ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശി സെബാസ്റ്റ്യൻ കരിയിൽ എന്ന സാലൻ പറക്കമുറ്റും മുൻപേ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട സാലൻ്റെ ജീവിതം തുഴ നഷ്ടപ്പെട്ട തോണി പോലെ മദ്യത്തിൻ്റെ അഴുക്കുചാലിലൂടെ ഏറെ ദൂരം മുന്നോട്ടു പോയി. വീട്ടിലും നാട്ടിലും കടുവാസാലി എന്ന പേടി സ്വപ്നത്തെ സൃഷ്ടിച്ചത് മദ്യമെന്ന തിന്മയായിരുന്നു. എൻ്റെ ജീവിതം വളരെ കുഞ്ഞിലെ ഓർമ്മ വെക്കും മുമ്പ് തന്നെ എൻ്റെ അപ്പൻ മരിച്ചുപോയി. പിന്നെ എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. അമ്മ ഒരു സാധുവായ സ്ത്രീയായിരുന്നു. ജോലിക്ക് എടുക്കുവാനായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരവസ്ഥയായിരുന്നില്ല അമ്മയ്ക്ക്. പിന്നെ എൻ്റെ ഇഷ്ടത്തിനായിരുന്നു എൻ്റെ ജീവിതം. ആരും നോക്കാനോ ശുശ്രൂഷിക്കുവാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ചേട്ടന്മാർ 2 പേരുണ്ടായിരുന്നു. അവർ 2 പേരും അവരുടേതായ ഒരു ലോകത്തായിരുന്നു. അമ്മയ്ക്ക് കിട്ടുന്ന അമ്മ ഓലമുടയുവാനായിട്ട് തൊണ്ടുതല്ലാനായിട്ടൊക്കെ കിട്ടുന്ന ഇതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ എനിക്ക് പഠിക്കുവാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും സ്കൂളിൽ എന്നെ കൊണ്ട് ചേർത്തിട്ട് അന്ന് അവിടെ സ്കൂളിൽ പേരൊന്നും എഴുതി ചേർത്തിരുന്നില്ല. അന്ന് അവിടെ സ്കൂളിൽ പോകാനുള്ള സാഹചര്യം വീട്ടിൽ പട്ടിണിയായതുകൊണ്ട് ഉപ്പുമാവ് കിട്ടുന്നതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഉപ്പുമാവ് ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് സ്കൂളിൽ പോയിരുന്നത്. സ്കൂളിൽ പോയാലും ഞാൻ ക്ലാസ്സിലൊന്നും അങ്ങനെ കയറിയിരിക്കുകയില്ലായിരുന്നു. ടീച്ചർമാരെ സഹായിക്കുകയും അതുപോലെ തന്നെ പാചകപ്പുരയിലുള്ള ചേച്ചിമാരെ സഹായിക്കുകയൊക്കെ ആയിരുന്നു എൻ്റെ പ്രധാന ജോലി. കാരണം അവിടെ നിന്നാണ് ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ അമ്മ എന്നെ ഒരു വീട്ടുജോലിക്കായിട്ട് അന്ന് ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. ചങ്ങനാശ്ശേരിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പശുവിനെ നോക്കാനും ആടിനെ വളർത്തുവാനും ആയിട്ടൊക്കെയുള്ള ഒരു ജോലിയായിരുന്നു എനിക്ക് കിട്ടിയത്. അവിടുത്തെ കായ്കറികളൊക്കെ ചന്തയിൽ കൊണ്ട് വിൽക്കണം. അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഞാൻ ആ പച്ചക്കറിയുമായിട്ട് മാർക്കറ്റിലോട്ട് പോകുന്ന ആ സാഹചര്യത്തിൽ ഒരു ചേട്ടൻ എൻ്റെ കൂടെ ഇത് ചുമന്നുകൊണ്ട് വേണം പോകാനായിട്ട്. ചുമന്നുകൊണ്ട് പോയപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ചേട്ടൻ പറഞ്ഞ് നമുക്ക് ഒരു ഗ്ലാസ് പനങ്കള്ള് കുടിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് പനങ്കള്ള് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പനങ്കള്ള് ചെന്ന് ചേട്ടൻ എനിക്ക് ഒരു ഗ്ലാസ് പനങ്കള്ള് മേടിച്ച് തന്നപ്പോൾ അതെനിക്ക് വലിയ സ്വാദായിട്ട് തോന്നി. അങ്ങനെ എല്ലാ ദിവസവും തന്നെ ഓരോ ഗ്ലാസ് പനങ്കള്ള് കുടിക്കുവാനായിട്ട് ഈ ചേട്ടൻ്റെ കൂടി ഞാൻ പോകാൻ തുടങ്ങി. ഒരു ഗ്ലാസ് പനങ്കള്ള് കുടിക്കുവാനായിട്ട് പോയിരുന്ന ഞാൻ അത് 2 ഗ്ലാസ്സായി. 2 ഗ്ലാസ് കഴിഞ്ഞ് ഒരു കുപ്പിയിലേക്ക് വന്നു. ഒരു കുപ്പി പനങ്കള്ള് കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ അത് 2 കുപ്പിയായിട്ട് മാറി. എല്ലാ ദിവസവും തന്നെ പനങ്കള്ള് കുടിച്ച് അത് ഒരു മടുപ്പ് തോന്നിയപ്പോൾ വീണ്ടും തെങ്ങുകള്ളിലേക്ക് പ്രവേശിച്ചു. അന്ന് ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടിയിരുന്നത് അവിടെ തെങ്ങുകളായിരുന്നു. തെങ്ങുകൾ 2-3 കുപ്പി കള്ള് കുടിച്ച് രാത്രി അവിടെ വീട്ടിലോട്ട് കയറുവാനായിട്ട് സാധ്യമല്ല. മദ്യപിച്ചുകൊണ്ട് എന്നാൽ അവർ വീട്ടിൽ കേട്ടില്ലാത്തതുകൊണ്ടും അവിടെ പശുത്തൊഴുത്തിലാണ് കിടന്നുറങ്ങിയത്. രാത്രി ഭക്ഷണം ശരി കിട്ടാതെയായി. കാരണം കള്ള് കുടിച്ച് അവിടെ വീട്ടിൽ ചെന്ന് ഭക്ഷണമൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രാവിലെ തന്നെ പണി തുടങ്ങും. വൈകുന്നേരം ആ ഒരു ഇതിലാണ് പോയത്. ഒരു 6-8 വർഷത്തോളം ഞാൻ ചങ്ങനാശ്ശേരിയിലെ ആ ഭവനത്തിൽ ജോലിയെടുത്തു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് അമ്മയുമായിട്ടിരുന്ന ആ സാഹചര്യത്തിൽ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴേ പിന്നെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി. വീടോ ഒന്നുമില്ല. ചിറ്റപ്പൻ്റെ ഒരു വീടുണ്ട്, പക്ഷെ അവിടെയല്ല കിടക്കുന്നത്. രാവിലെ മുതൽ എന്തെങ്കിലും പണിക്ക് പോയി കിട്ടുന്ന കാശ് രാത്രി മുഴുവനും വെള്ളം അടിച്ചിട്ട് ഇവിടെ തൈക്കുടിയിലും തെങ്ങിൻ ചുവട്ടിലും ഒക്കെ വന്ന് കിടന്ന് ഒരു പുതപ്പ് മേടിച്ചിട്ട് പുതപ്പിൽ എൻ്റെ പുറത്ത് കിടന്നുറങ്ങുകയായിരുന്നു ഞാൻ ചെയ്യാറുള്ളത്. മത്സ്യം രാത്രി ആകുമ്പോൾ മിക്കവാറും സമയങ്ങളിൽ രാത്രി മത്സ്യബന്ധനത്തിന് പോകുന്ന സമയങ്ങളിൽ പകൽ ചീട്ട് കളിയും മദ്യപാനവും. ഒരു ദിവസം ഇരുന്ന് ചീട്ട് കളിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 3-4 ദിവസം വരുന്ന് ചീട്ട് കളിച്ച് അവിടുന്ന് തന്നെ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് കടിഞ്ചായയും ബണ്ണും ഒക്കെ മേടിച്ച് കഴിച്ച് അവിടെ ഇരുന്ന് ചീട്ട് കളിക്കും. കിട്ടുന്ന കാശ് മുഴുവനും മദ്യത്തിനും. ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് അടുത്ത് തന്നെ മദ്യഷാപ്പുണ്ട്. അപ്പോഴേ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് ഫ്രീ എടുത്തുകൊണ്ട് മദ്യഷാപ്പിൽ പോയിരുന്ന് കപ്പയും കള്ളും കഴിച്ച് വീണ്ടും അതിനൊന്ന് ചീട്ട് കളി. കാരണം മറ്റൊരു ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല.
അത് തന്നെയല്ല, ആരും അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. ചോദിച്ചാൽ തിരിച്ച് കിട്ടുന്ന മറുപടിയും ആ ഒരു നിഷേധാത്മകമായ പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ആരും ഒന്നും ചോദിക്കാനോ അങ്ങനെ വരത്തില്ല. രാത്രി കാലങ്ങളിൽ പണിയൊന്നും എങ്കിൽ ചീട്ട് കളിക്കാനും അതുപോലെ തന്നെ സിനിമയ്ക്ക് പോകാനും ഒക്കെ പൈസ ഒന്നും ഇല്ലാതെ വരുമ്പോൾ അവിടുത്തെ പറമ്പുകളിലുള്ള തെങ്ങ് കയറി തേങ്ങ പിരിക്കുക, അല്ലെങ്കിൽ വെട്ടി ഇടുക. അതിനൊത്തിരി പേര് സാക്ഷികളായിട്ടുണ്ട്. ആരും ചോദിക്കാൻ വരില്ല. ഒരു ദിവസം ഇങ്ങനെ കയറ് കെട്ടി തേങ്ങ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വന്നു ചുറ്റിനും നിന്നിട്ട് ആരാടാ എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ്, കടുവാസാലിയാണ് തെങ്ങിൻ്റെ മുകളിലിരിക്കുന്നത് പറഞ്ഞിട്ട് ആരും അടുത്ത് വന്നില്ല. ഞാൻ തന്നെ ആ തേങ്ങ എല്ലാം ഇറങ്ങി പെറുക്കി കൂട്ടി അവിടെ നിന്നവർക്ക് 1-2 തേങ്ങയും കൊടുത്തൊരു ചാക്കിലാക്കി കൊണ്ടുപോകുന്നത്. അപ്പോഴൊക്കെ ആരും എല്ലാവർക്കും ഒരു ഭയവും ഒരു പുച്ഛവും. നമ്മളെ ആരും വീട്ടിൽ അന്ന് സ്ത്രീകളൊന്നും എതിരെ നടന്നു പോലും വരത്തില്ല. അതുപോലെ ഒരു വീട് ആർക്കും ഇഷ്ടമില്ല. നാട്ടുകാർക്ക് പൊതുശല്യമാണ്. എവിടെയും മദ്യപാനവും ചീട്ടുകളിയും. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അദ്ദേഹം നല്ലൊരു മദ്യപാനിയും ചീട്ടുകളിയും അതുപോലെ ബീഡി എന്ന് പറഞ്ഞാൽ ഈ കാജാ ബീഡിയൊക്കെ ധാരാളമായിട്ട് ഒത്തിരി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തുടരെ വലിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കാനോ നല്ലൊരു ബന്ധം പുലർത്താനോ അല്ലെങ്കിൽ നല്ല കൂട്ടുകാരോ ആരും അദ്ദേഹത്തിന് ആ സമയങ്ങളിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ മദ്യപിക്കുന്നവരും ചീട്ട് കളിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് അദ്ദേഹത്തിന് കൂട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്കൊന്നും തിരുത്താനോ ആരും അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ആരും മുതിർന്നിട്ടില്ല. ആ കാലയളവിൽ അദ്ദേഹം 3 ദിവസം വരെ വീട്ടിൽ പോകാതെ കടപ്പുറത്ത് ചീട്ട് കളിച്ചും മദ്യപിച്ചും കഞ്ചാവടിച്ചുമൊക്കെ ഇരുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് കടപ്പുറത്ത് മീനെടുക്കാനായിട്ട് അദ്ദേഹം മീൻ കച്ചവടമാണ്. മീനെടുക്കാനായിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഈ വലിയ തെങ്ങിന് തൈക്കൊക്കെ തടവെടുത്ത് വലിയ കുഴിയുള്ള തടവുണ്ടാകും. അപ്പോൾ അവിടെ ഒരു 4-5 ആൾക്കാരൊക്കെ ഒന്നിച്ചിരുന്ന് ചീട്ട് കളിച്ചാൽ ആരും ശ്രദ്ധിക്കത്തില്ല. അവിടെ ഇരുന്ന് പണം വെച്ച് ചീട്ട് കളിച്ച് അവിടെ തന്നെ ഇരിക്കുക, കുടുംബത്തോട്ട് വരാതിരിക്കുക, അങ്ങനെ കുടുംബം നോക്കാതെയൊക്കെ അതൊന്നൊരു അദ്ദേഹത്തിനൊരു വിഷയമുള്ള കാര്യമില്ലായിരുന്നു. രണ്ടാമത്തേത്, അദ്ദേഹം എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കത്തില്ലായിരുന്നു. കാരണം അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് കടുവാസാലി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആരും അദ്ദേഹത്തോട് ഒന്ന് കുശലം ചോദിക്കാനോ എന്താടാ നീ അങ്ങനെ ചെയ്തതെന്നൊരു ഉപദേശിക്കാനോ ഒന്നും ആരും മുതിരാറില്ല. കാരണം അങ്ങനെ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു. ആ കാലയളവിലൊക്കെ അദ്ദേഹം കൂട്ടുകാരുമായിട്ട് വന്നിട്ട് അദ്ദേഹം ഒരു വീട്ടിൽ വന്നൊരു ഫംഗ്ഷൻ ഉണ്ടായ സമയത്തൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞ് ഞങ്ങളിന്ന് തേങ്ങ പിരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് മറ്റാരും അറിയാം ഇയാൾ അങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഉടനെ കൂട്ടുകാരുമായിട്ട് പോയിട്ട് ചാക്കും കൊണ്ട് പോയി തെങ്ങയിലോട്ടൊക്കെ കയറാൻ ഇദ്ദേഹത്തിനൊരു മടിയില്ല. ഏത് തെങ്ങിലാണെങ്കിലും ഇദ്ദേഹം ചുമ്മാ യാതൊരുവിധ പ്രയാസവും ഇല്ലാതെ കയറിപ്പോകും. എന്നിട്ട് തെങ്ങ് ഇങ്ങനെ വീഴാൻ നിൽക്കുന്ന തെങ്ങിന് കമ്പി കെട്ടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ആ കമ്പിയെ കൂടെയൊക്കെ തേങ്ങ കൊല ഒരു പുരയിടത്തിൽ നിന്ന് അപ്പുറത്തെ പുരയിടത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയിട്ട് ബാക്കി അവിടെ ഇട്ടിട്ട് പോകുന്ന സ്വഭാവമായിരുന്നു. അങ്ങനെ ആൾക്കാർക്ക് അറിയാം. പക്ഷേ എന്നാലും ആരും അദ്ദേഹത്തോടെ ഒന്നും ചോദിക്കുകയോ അദ്ദേഹത്തെ എതിരെ കേസ് കൊടുക്കുകയൊന്നും ചെയ്യത്തില്ല. കാരണം വീണ്ടും അദ്ദേഹം അത്തരത്തിലുള്ളൊരു സ്വഭാവമായതുകൊണ്ട്. എനിക്ക് ഒരിക്കലും ചിന്തിക്കുവാനായിട്ടൊരു മദ്യപാനം നിർത്തുകയോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പിലേക്ക് ഒക്കെ വരികയോ ഒന്നും നമുക്ക് ഒരു പ്രത്യാശയുമില്ല, ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഓമനപ്പുഴ കരസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുവാൻ അതിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ബെന്നിച്ചേട്ടനുമായിട്ട് മത്സ്യ മേഖലയിൽ വെച്ച് തന്നെ അദ്ദേഹം മത്സ്യ കച്ചവടം തുടങ്ങി. ഞാനും മത്സ്യ കച്ചവടത്തിലേക്ക് വന്നപ്പോൾ അവിടെ വെച്ച് തന്നെ കണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അവിടെ ഇരുന്ന് സംസാരിക്കും, ഈ പാട്ട് പാടി പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ പാടി അവിടെ ഇരുന്ന്. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടച്ച് പോലെ തോന്നി. അങ്ങനെ ഇരിക്കെ ആണ് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വിട്ട് ഒരു ദിവസം പുറത്ത് വന്ന് അമിതമായിട്ട് മദ്യപിച്ചു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാനൊരു വലിയൊരു മനുഷ്യൻ, ഭയങ്കര വലിയ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിക്കഴിഞ്ഞ് അത് പിന്നെ അവിടെ എന്ത് നടന്നു എന്നൊക്കെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് ഓർമ്മയില്ല. അച്ഛൻ്റെ പേര് മരിയാൻ ജോസ് പെരേര എന്ന അച്ഛൻ്റെ പേര്. അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് അച്ഛനെ ഞാൻ മണ്ണൂത്തി എറിയുക, അച്ഛനെ വളരെ മോശമായിട്ട് അച്ഛനോട് സംസാരിക്കുകയും ചെയ്തു. ആൾക്കാരെ ഒരു 10-15 പേരൊന്നും പിടിച്ചിട്ട് നിൽക്കാനായിട്ട് ഒരു 10-50 മേൽ ആൾക്കാരെന്നെ പിടിച്ച് കെട്ടി. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം പോയി മദ്യപിച്ച് എന്തൊക്കെയോ കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഇദ്ദേഹത്തിന് മദ്യപിച്ചൊരു പ്രത്യേകതയുള്ളത് ഒരു അമാനുഷിക ശക്തി ഇദ്ദേഹത്തെ എപ്പോഴും ഇങ്ങനെ ബാധിക്കുന്നത് പോലെ. എന്നിട്ട് അദ്ദേഹം നമ്മൾ മനുഷ്യൻ ചെയ്യാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യും. ആൾക്കാരൊന്നും പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. ഭയങ്കര പവർ അദ്ദേഹം ആ സമയത്ത് അനുഭവപ്പെടും. അങ്ങനെ അന്നത്തെ ദിവസം ഇദ്ദേഹം കള്ളു കുടിച്ചിട്ട് യാതൊരു ബോധവും ഇല്ലാതെ പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് ഒരു വീട്ടിൽ വന്ന് അവിടുത്തെ വാഴയും
അവിടെ നിന്ന് ചെറിയ മരമെല്ലാം പറിച്ച് ദൂരെ കളഞ്ഞു. എന്നിട്ട് അവിടെ വലിച്ചു കെട്ടിയിരുന്ന കമ്പിയുടെ മുകളിൽ കൂടി സർക്കസുകാർ നടക്കുന്ന പോലെ ഇദ്ദേഹം നടക്കുകയും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അങ്ങനെ അന്ന് ഈ മരിയാൻ ജോസ് പെരേര ഞങ്ങളുടെ വികാരി അച്ഛൻ ഇദ്ദേഹത്തെ വന്ന് പിടിക്കാനായിട്ട് നോക്കിയിട്ട് അച്ഛനെ ഒത്തിരി മോശമായിട്ട് തെറി പറയുകയും അച്ഛനെ മണ്ണുവാരി എറിയുകയും അങ്ങനെ അച്ഛനെ ഒത്തിരി അധിക്ഷേപിച്ച് വിടുകയും ചെയ്തു. ഇതൊന്നും അദ്ദേഹം ഓർമ്മയോടെ ചെയ്തതല്ല. അങ്ങനെ അദ്ദേഹം പിന്നീട് ആൾക്കാരവിടെ പിടിച്ചോണ്ട് ചെന്ന് ഈ ബെന്നിച്ചൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ കിടത്തുകയാണ്. അവിടെ അതിന് ശേഷം പിറ്റേ ദിവസം ഇദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചപ്പോഴൊന്നും ഇദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല. അങ്ങനെ അച്ഛൻ്റെ ഒക്കെ ചെന്ന് മാപ്പ് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ സാരമില്ല മോനെ, എനിക്ക് നിന്നോട് വിഷമമൊന്നുമില്ല, നീ കള്ളു കുടിച്ചിട്ടല്ലേ. അങ്ങനെ അദ്ദേഹത്തെ ഒത്തിരി ആശ്വസിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു ധ്യാനത്തിന് പോകാൻ തയ്യാറായി. ആ ധ്യാനത്തിൽ എല്ലാവരും കൂടെ കൊണ്ടുപോയി ധ്യാനം കൂടിച്ചു. ധ്യാനത്തിന് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വസ്ത്രങ്ങളൊന്നുമില്ല. അങ്ങനെ അത്ര വലിയ പരിതാവസ്ഥയിൽ ദുഃഖ വെള്ളിയാഴ്ച പോലും മദ്യപിച്ച് റോഡിൽ വണ്ടി തടഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് മാത്രമേ ഈ വണ്ടി പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ വന്ന് ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞു നിർത്തി ആൾക്കാരെ ശല്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ ആയിരുന്നു. കാരണം യാതൊരു വിധത്തിലുള്ള ഒരു പ്രതീക്ഷയുമില്ല, എല്ലാ തിന്മകളിലും മുഴുകി ജീവിക്കുന്ന ഒരു സമയത്തായിരുന്നു ഇങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധ്യാനത്തിന് പോകാമെന്ന് തീരുമാനിച്ചത് ഈ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കുമല്ലോ എന്ന് കരുതി ധ്യാനത്തിന് പോകുന്നത് സമ്മതിച്ചു. ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് അവിടെ അന്ന് ഞായറാഴ്ചയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയായി ഇറങ്ങി. അവിടെ വെച്ച് ഒരു സിഗരറ്റ് മേടിച്ച് വലിച്ചു. പിന്നെ ഇന്ന് വരെ സിഗരറ്റ് വലിക്കണമെന്ന് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ പോയിച്ചും വന്നു കഴിഞ്ഞിട്ട് ഇന്ന് വരെ പിന്നെ മദ്യപിച്ചിട്ടില്ല. മദ്യത്തിൻ്റെ മണമോ അല്ലെങ്കിൽ ഈ സിഗരറ്റിൻ്റെ മണമോ ഒക്കെ കേൾക്കുന്നത് ഒരു അലർജി പോലെയാണ് തോന്നുന്നത്. മത്തുപിടിച്ചു മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരുമെന്ന വചനം എത്ര സത്യമാണ്. വസ്ത്രം പോയിട്ട് ഉൾവസ്ത്രം പോലും സ്വന്തമായി ഇല്ലാതാകുന്ന അത്രയും ദാരിദ്ര്യത്തിലകപ്പെട്ടു പോയി സാലൻ. ഇടവക പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ ബെന്നി നൽകിയ വസ്ത്രങ്ങളുമായാണ് പോട്ട ആശ്രമത്തിൽ പോയി ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അവിടെ വച്ച് ഒരു സാവൂൾ അനുഭവത്തിലൂടെ സാലൻ കടന്നുപോയി. ധ്യാനത്തിനു ശേഷം ഒരു പുതിയ വ്യക്തിയാണ് ഓമനപ്പുഴയിൽ മടങ്ങിയെത്തിയത്. ഞാൻ ധ്യാനത്തിന് വന്ന ശേഷം എൻ്റെ ഇടവക പ്രാർത്ഥനാ ഗ്രൂപ്പും ഒപ്പം ആലപ്പുഴ സോണും എന്നെ വളരെയേറെ സഹായിച്ചു. സോണിൽ എന്നുണ്ടായിരുന്ന സർവീസ് മെമ്പേഴ്സായ ആൻ്റപ്പനും അതോടൊപ്പം തന്നെ ഇടുക്കി തങ്കച്ചായനും സോണിലെ അന്ന് സർവീസ് മെമ്പേഴ്സായിട്ട് എല്ലാവരും തന്നെ എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ എന്നെ പങ്കുകാരാക്കുകയും ചെയ്തു. ഒപ്പം തങ്കച്ചായനെന്ന് തുടങ്ങി വെച്ചിരുന്ന സെൽ ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിക്കുകയും ആ ഗ്രൂപ്പിൽ ഞാൻ 20 വർഷത്തോളം ഇപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുപോയി. ഗ്രൂപ്പിലുള്ളവർ എന്നെ ആത്മീയമായിട്ട് ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. വളരുവാനായിട്ട് നിലനിൽക്കുവാനായിട്ടൊക്കെ എന്നെ ഒത്തിരി ഏറെ സഹായിച്ചിട്ടുണ്ട്. ഇടവ പ്രാർത്ഥനാ ഗ്രൂപ്പും ആലപ്പുഴ സോണും ഒപ്പം തങ്കച്ചായൻ്റെ സെല്ലും. അതുവഴി തന്നെയാണ് ഞാനൊരു പ്രവർത്തന ശൈലിയിലേക്ക് കടന്നു വന്നത്. ഒപ്പം പൂങ്കാവ് പള്ളിയിൽ നടക്കുന്ന വചനോത്സവത്തിൽ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ നോട്ടീസ് ഒട്ടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും അതോടൊപ്പം തന്നെ അത് ചുവരെഴുത്ത് നടത്തുവാനുമായിട്ടൊക്കെ ഞങ്ങൾ രാത്രിയും പകലുമായിട്ടൊക്കെ ഒത്തിരി ഏറെ പ്രവർത്തനങ്ങൾ ചെയ്തു. അതുവഴി അതെനിക്ക് ഒത്തിരി ഗുണം ചെയ്തു. കാരണം ഒരു പ്രവർത്തന ശൈലി എന്നെ രൂപപ്പെടുകയായിരുന്നു. ഒത്തിരി ഒരു ദൈവ അനുഭവത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചത് ആ സെല്ലിലൂടെ മാത്രമാണ്. ധ്യാനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമായിട്ട് മാറി. ഇടവകയ്ക്കാണെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലാണെങ്കിലും കൂട്ടുകാർക്കൊക്കെ ഇടയിലാണെങ്കിലും മറ്റുള്ളവരെയൊക്കെ ഏത് രീതിയിലും കർത്താവിനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ വ്യഗ്രത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ആദ്യ കാലങ്ങളിലൊക്കെ വളരെ അധികം നിന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ധ്യാനത്തിന് കൊണ്ടുപോകാനായിട്ടൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ പോയി മദ്യപാനികളുടെ വീട്ടിലും മറ്റുമൊക്കെ പോയി ധാരാളം പേരെ ധ്യാനത്തിന് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വഴി സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ശരിക്കും പറഞ്ഞെന്നാൽ ധാരാളം സ്ഥലങ്ങളിൽ സെമിനാർ നടത്തുകയും ഇടവകയിൽ മറ്റ് ഒത്തിരി സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഇടവകളിൽ പോലും പോയി സ്വന്തം റിസ്കിൽ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അവിടെ സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുകയും വലിയ വലിയ അച്ഛന്മാരെയും പ്രസംഗരെയും കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ചെയ്യിക്കുകയും അങ്ങനെ വളരെ വലിയ കൂട്ടായ്മകളൊക്കെ നടത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്, സമ്പത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വണ്ടിയോ ഇപ്പോൾ അദ്ദേഹത്തിന് കാറുണ്ട്, സ്കൂട്ടറുണ്ട്, ഇതൊക്കെയും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി യാതൊരുവിധ പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ചെയ്യാനായിട്ടുള്ളൊരു മനസ്ഥിതി അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്.
ഒപ്പം ഇടവ പ്രാർത്ഥനാ ഗ്രൂപ്പ് അതിനേക്കാൾ ഉപരി എന്നെ സഹായിച്ചു. പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ സപ്പോർട്ട്. ഏതെങ്കിലും ഒരു മദ്യപാനി എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർ എന്നെ അറിയിക്കുകയും ഞങ്ങൾ അവരുമായിട്ട് പോയി എല്ലാ വീടുകളും കയറി ഇറങ്ങി ആ മദ്യത്തിൽ നിന്ന് ആ സഹോദരങ്ങളെ മോചിപ്പിക്കുവാനായിട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങളിൽ അവരെ നിസ്വാർത്ഥമായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ ഞാൻ എവിടെ വിളിച്ചാലും അവരുടെ പല ആവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവരെല്ലാവരും തന്നെ ഒരു 20-25ഓളം പേര് എൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം വിജാതിയരുടെ കൂട്ടായ്മകൾ 1-2 വിജാതിയരുടെ കൂട്ടായ്മകൾ തുടങ്ങുവാനും പല വിജാതിയരെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും, നമ്മളുടെ ജാതിയിൽപ്പെട്ടവരല്ല വിജാതിയരാണെങ്കിൽ പോലും അവരെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും അനേകർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ടൊക്കെ ഈ പ്രവർത്തനം വഴി ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്യത്തിൻ്റെ വലിയ ഒരു തിക്ത അനുഭവത്തിൽ വന്നതുകൊണ്ട് തന്നെ അവരെ കാണുമ്പോൾ എനിക്ക് ദേഷ്യമോ ഒന്നും എനിക്ക് തോന്നാറില്ല. കാരണം എനിക്കൊരു സഹതാപം മാത്രമാണ്. അവരെന്തെങ്കിലും തിരിച്ച് പറഞ്ഞാൽ പോലും ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും അത് സഹിച്ച് നിൽക്കുവാനും, കാരണം ഒരു മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവം എന്തായിരിക്കും എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ മദ്യം കഴിച്ച് ആ അവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറിയിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് സ്നേഹമാണ്. അവരെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കളഞ്ഞിട്ട് അതിൻ്റെ ഇത് നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് പോരുന്നേക്കാൾ ഉപരി അവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സഹായിക്കാറുണ്ട്. അങ്ങനെ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ അവരെ ഉപദേശിക്കുവാനോ ഞാൻ ഗുണദോഷിക്കുവാനോ എന്നല്ല, മറിച്ച് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവർ തീർച്ചയായിട്ടും അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ധ്യാനത്തിന് പോവുകയും മദ്യത്തിൽ നിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് ഗ്രേസി, എൻ്റെ ഇടവക ഓമനപ്പുഴ. ഞാൻ ജീസസ് യൂത്തിലൂടെ നവീകരണ രംഗത്തേക്ക് കടന്നു വന്നു. 10-22 വർഷമായി സാലിച്ചേട്ടനും ഞങ്ങൾ ഒരുമിച്ച് ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലും മറ്റ് നവീകരണ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് പങ്കെടുക്കുന്നു. നവീകരണ രംഗത്തേക്ക് വരുന്നതിന് മുൻപുള്ള സാലിച്ചേട്ടൻ്റെ ജീവിതം മറ്റുള്ളവരിൽ നിന്നുള്ള കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നത് അദ്ദേഹം തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ നവീകരണ രംഗത്തേക്ക് വന്നതിന് ശേഷം മദ്യത്തിൻ്റെ ലഹരി, പിന്നീട് ക്രിസ്തുവിൻ്റെ ലഹരി, ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നതിനുള്ള ലഹരിയായിട്ട് കർത്താവ് മാറ്റി എഴുതുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഒത്തിരിയേറെ മക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് കടന്നു വന്നിരുന്ന ഒരു സഹോദരിയുടെ ഭർത്താവ്, അദ്ദേഹം തികഞ്ഞ മദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് വെച്ചാൽ 24 മണിക്കൂറും മദ്യത്തിലായിരിക്കുന്ന വ്യക്തി. അതുമാത്രമല്ല, മദ്യപിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തക്കാരെയും ബന്ധുക്കളെയും മറ്റാരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അതുമാത്രമല്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ സഹോദരിക്ക് ജീവിതം ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആ സഹോദരി ഈ ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഭർത്താവിൻ്റെ മദ്യപാനം സഹിക്കവയ്യാതെ ആ സഹോദരി വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി മക്കളെയും കൊണ്ട്. സാഹചര്യങ്ങൾ ഇത്രത്തോളം എത്തിക്കഴിഞ്ഞപ്പോൾ ആ സഹോദരി സ്വന്തം വീട്ടിൽ ചെന്നതിന് ശേഷം എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കണമെന്ന് താല്പര്യമില്ല. കാരണം ഭർത്താവിൻ്റെ മദ്യപാനം മൂലം ഞാൻ അത്രയേറെ സഹിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഈ ജീവിതം തന്നെ മുന്നോട്ട് തുടരണമെന്ന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യം സാലിച്ചേട്ടനോട് പറഞ്ഞു. സാലിച്ചേട്ടൻ ഈ സഹോദരിയുടെ ഭർത്താവിനെ വീട്ടിൽ ചെന്ന് കണ്ട് സംസാരിച്ചു. അപ്പോൾ ഒരു ധ്യാനം കൂടിയാലൊന്നും മാറുന്നൊരവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. അത്രയ്ക്ക് മദ്യത്തിന് അടിപ്പെട്ട വ്യക്തിയായിരുന്നു. സാലിച്ചേട്ടൻ തന്നെ മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ സഹായത്തോടുകൂടി ആലപ്പുഴ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റീ അഡിക്ഷൻ സെൻറ്ററിലേക്ക് ഈ സഹോദരനെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ദൈവകൃപയാൽ ഈ സഹോദരൻ മദ്യത്തിൽ നിന്ന് വിമുക്തനാവുകയും ചെയ്തു. മദ്യപിച്ച് നാടിനും കുടുംബത്തിനും സമൂഹത്തിനും സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം നയിച്ചിരുന്ന ഈ സഹോദരൻ ഇന്ന് മദ്യത്തിൽ നിന്നും വിമുക്തനായി ആലപ്പുഴ രൂപതയുടെ തന്നെ ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ കീഴിൽ ഭാര്യയും ഭർത്താവും പ്രേക്ഷിതരായി പ്രവർത്തിക്കുന്നു. ഇതിനു വേണ്ടി
ആ സഹോദരനെ നേടുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് സാലിച്ചേട്ടനെയാണ് എന്നുള്ള കാര്യം ഞാനിവിടെ കർത്താവിൻ്റെ തിരുമുൻപാകെ നന്ദിയോടുകൂടി ഓർക്കുന്നു. സാലൻ്റെ ജീവിതം വലിയ ഒരു പ്രതിസന്ധി ഘട്ടം നിറഞ്ഞതാണ്. കാരണം മത്സ്യവ്യാപാരം ആണ് സാലൻ്റെ തൊഴിൽ. മത്സ്യം എപ്പോൾ കിട്ടുമെന്നോ എവിടെ നിന്ന് കിട്ടുമെന്നോ ഒന്നും തീർത്ത് പറയാനായിട്ടാവില്ല. എങ്കിലും ഈ മത്സ്യവ്യാപാരം നടത്തുന്നതിനിടയിലും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനായിട്ട് സാലിന് സാധിക്കുക എന്നുള്ളത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. ആരെയും എവിടെയും വെച്ച് കാണുമ്പോഴും ഒരു വാക്ക് സംസാരിക്കുമ്പോഴും പുഞ്ചിരിക്കുമ്പോഴും അത് ദൈവവചനത്തെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു സംഭാഷണവും സംസാരവുമൊക്കെ ആയിട്ടത് മാറുകയാണ്. തീർച്ചയായിട്ടും സാലൻ്റെ ഈ ഒരു ജീവിതം അതെപ്പോഴും ദൈവത്തെ അറിഞ്ഞുള്ള അനുഭവിച്ചുള്ള ഒരു ജീവിതമായിട്ട് മാറുകയാണ്. ആലപ്പുഴയിലെ കരിസ്മാറ്റിക് നോർത്ത് സബ്സ്റ്റോണിൻ്റെ പാരിഷ് മിനിസ്ട്രി കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ സാലൻ സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു മദ്യപാനിയായിരുന്ന സാലൻ ഇന്ന് ആ മദ്യത്തോടുള്ള വിരക്തി പ്രഖ്യാപിക്കുകയും എന്നാൽ അനേകം മക്കളെ മദ്യവിമുക്ത ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അക്ഷീണം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇടവകയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ ആലപ്പുഴ സോണൽ സർവീസ് മെമ്പേഴ്സിൻ്റെയൊക്കെ വലിയ സപ്പോർട്ടോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ഇന്ന് പറയുമ്പോൾ എനിക്ക് മുന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുമ്പോൾ കുടുംബം എന്തു ചെയ്യും, കുടുംബത്തെ കാര്യങ്ങൾ നോക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എനിക്ക് അതൊരു വിലങ്ങുതടി ആയിട്ടില്ല. എൻ്റെ മക്കളെ, എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, എൻ്റെ മക്കളെ ഞാൻ വിദ്യാഭ്യസിച്ചിട്ടില്ല. ഞാനിതിനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ എൻ്റെ ഭാര്യ ഒരു ദിവസം 101 വിശ്വാസ പ്രമാണം വീട്ടിലിരുന്ന് ചൊല്ലാറുണ്ട്. ഒരു 4ഓളം ജപമാല. ഞാൻ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങുമ്പോഴും രാത്രി 12 മണിക്ക് നോക്കുമ്പോഴും ഉണർന്നിരുന്ന് ജപമാല ചൊല്ലുന്ന എൻ്റെ ഭാര്യയെ ഞാൻ കാണാറുണ്ട്. അതുതന്നെ എനിക്കൊരു വലിയ ശക്തിയാണ്. ആ ജപമാല പ്രാർത്ഥനയുടെയും വിശ്വാസ പ്രമാണത്തിലൂടെയൊക്കെ ഞാൻ എൻ്റെ പ്രവർത്തനം കടന്നു പോകുമ്പോൾ എൻ്റെ കുടുംബത്തെ കർത്താവ് ഞാൻ അറിയാതെ തന്നെ വളർത്തി. എൻ്റെ മക്കളെ ഒരിക്കലും ഒരു 10ാം ക്ലാസ് വരെ പോലും പഠിക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. എന്നാൽ ഞാനിതിനായിട്ട് ഇറങ്ങി തിരിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ തന്നെ കർത്താവ് അവരെ പഠിപ്പിച്ചു. മോള് MA BEd കഴിഞ്ഞ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മോൻ മെറൈൻ എഞ്ചിനീയറിംഗ് പാസ്സായി എറണാകുളത്ത് ലോയിഡ് എന്ന കമ്പനിയിലെ കോൾ സെൻറ്റർ മാനേജറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇത് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഇങ്ങനെയുള്ള ഈ വ്യക്തികളെ തേടി ഇറങ്ങിയപ്പോൾ ഈശോ ഒന്ന് നേരിട്ട് ചെയ്താൽ എൻ്റെ മക്കളെ പഠിപ്പിക്കുവാനായിട്ട് ഒരിക്കലും ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. ആരിൽ നിന്നും ഞാനൊന്നും വാങ്ങിയിട്ടില്ല. ഇന്ന് ഒരു മകനെ അല്ലെ 2 മക്കളെ പഠിപ്പിക്കുവാനായിട്ട് മാതാപിതാക്കൾ ഓടി നടന്ന് വിഷമിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു ആശ്രയിക്കുക. നിങ്ങളുടെ മക്കളെയും യേശുക്രിസ്തു കാത്തുകൊള്ളും, അവരെ ഈ ദൈവം പഠിപ്പിച്ചുകൊള്ളും എന്ന ഒരു വലിയ ബോധ്യം എനിക്കിത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കാരണം ഒരു മനുഷ്യരും എൻ്റെ നാട്ടിലുള്ളവരോ എന്നോട് ചേർന്ന് നിന്നവരോ ആരും പറഞ്ഞതല്ല എൻ്റെ മക്കൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടാവും, എൻ്റെ കുടുംബം ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് ആരും പറഞ്ഞതല്ല. ഒരു സൈക്കിൾ പോലും എനിക്ക് സ്വന്തമായിട്ട് ഓടിക്കാനല്ല ഇല്ലായിരുന്ന എൻ്റെ ഭവനത്തിൽ ഇന്നെനിക്കൊരു വലിയ കാറുണ്ട്. അതോടൊപ്പം തന്നെ 2 ബൈക്ക്, 2 M8, എനിക്ക് തൊഴിൽ ചെയ്യാനായിട്ട് 2 M8, നല്ല ഒരു എനിക്ക് കയറി കിടക്കാനൊരു ഭവനമില്ലായിരുന്നു. ഇന്ന് എനിക്ക് കയറി കിടക്കാനൊരു കൊച്ചു ഭവനമുണ്ട്. അപ്പം എനിക്ക് എല്ലാ തരത്തിലും എൻ്റെ ഭൗതികമായ ആത്മീയമായ മേഖലയിലും ഈശോ ഉയർത്തി. മാത്രമല്ല ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുവാനായിട്ട് എന്നെ ഈശോ ഇടയാക്കിയത് ഈ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടണം. മക്കളെ ഈശോ കാത്തുകൊള്ളും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ച് ഒപ്പം മദ്യപിക്കുന്നവരുടെ ജീവിത പങ്കാളികൾ ഒരു കാര്യം ഓർക്കുക. എൻ്റെ ഭാര്യയുടെ 101 വിശ്വാസ പ്രമാണം ചൊല്ലുകയും അവളൊരു 4 ജപമാലയെങ്കിലും ഒരു ദിവസം എല്ലാ മദ്യപിക്കുന്നവർക്ക് വേണ്ടി കാഴ്ചവെച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് ഈ മദ്യത്തിൽ നിന്ന് മോചിതനാകാനായിട്ടുള്ള കാരണം. അപ്പം ജീവിത പങ്കാളികൾ പ്രാർത്ഥിക്കണം. അവരെ ജീവിത പങ്കാളിയുടെ കുടി നിർത്താനായിട്ട് മറ്റ് കാര്യങ്ങളിൽ ആശ്രയിക്കാതെ മറ്റ് മനുഷ്യരെ അവരെല്ലാവരോടും പറയാറുണ്ട്, എൻ്റെ ജീവിത പങ്കാളി മദ്യപാനിയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നടക്കാറുണ്ട്. പക്ഷേ ഇവരാരും പ്രാർത്ഥിക്കാറില്ല. ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നവരായി തീരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ജീവിതത്തിൻ്റെ യൗവന തീക്ഷ്ണമായ സംവത്സരങ്ങൾ മദ്യപിശാചിൻ്റെ അടിമത്തത്തിൽ നഷ്ടമായതിൻ്റെ നൊമ്പരം സാലൻ ഇന്ന് തിരിച്ചറിയുന്നു. അനുതാപ വിവശമായ ഹൃദയവുമായി ഇന്ന് മദ്യപന്മാരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും സാലൻ തൻ്റെ മാനസാന്തരം അർത്ഥവത്താക്കുന്നു. ആലപ്പുഴ രൂപതയിലെ മികച്ച മദ്യവിരുദ്ധ പ്രവർത്തകനുള്ള പുരസ്കാരം സാലനെ തേടിയെത്തിയത് തന്നെ സാലൻ്റെ ജീവിതത്തിനുള്ള അംഗീകാരമാണ്.